Meet R. Sundaravadanan, better known as Stylus Money. At 90, he is one of the last masters who can bring a vintage turntable back to life. Back in the 1960s, a teenager in Thiruvananthapuram fell in love, not with music itself, but with the machines that played it. Radios, record players, turntables. He wanted to open them all up, understand every wire, every screw. What started as a hobby became a lifelong career. From running his repair shop Audio Electronics in Palayam to building amplifiers and speakers in his home workshop, Money never stopped tinkering. Collectors soon gave him a name, Stylus Money, because he had a rare gift, fixing the most delicate part of a turntable with his bare hands. Even today, antique lovers across India send their prized machines to him, and Money still trusts India Post to deliver. For Money, the journey has come full circle. What began as a hobby became his life's work, and in his old age has once again become a hobby. എൻ്റെ ശരിക്കുമുള്ള പേര് സുന്ദര ബദനൻ എന്നാണ്. പക്ഷെ വീട്ടിൽ വിളിക്കുന്നത് മണി എന്നാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഈ സ്ക്രൂ ഡ്രൈവറും വൈൻഡിങ് വയറും അതും ഇതൊക്കെയാണ് എനിക്ക് താല്പര്യം. ടെക്നോളജി മാറിയപ്പോൾ 78 RPM നിന്ന് 33 RPM ആയി, സ്പൂൾ ടേപ്പ് റെക്കോർഡറായി, പിന്നെ കാസറ്റ് റെക്കോർഡറായി. അതിൽ നിന്ന് പിന്നെ അഡ്വാൻസ്മെന്റ് ഇങ്ങനെ പലതും വന്നു. ടെക്നോളജി മാറുന്ന അനുസരിച്ച് ഞാനും മാറിക്കൊണ്ടേയിരുന്നു. ഇപ്പം പ്രായം വന്നപ്പോഴത്തേക്ക് ഈ വലിയ കമ്പർഷൻ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെയും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും കാർട്ടേജിലോട്ട് പോയി. കാർട്ടേജ് കുറച്ചുകൂടെ സിമ്പിൾ സാധനമാണ്. അപ്പോഴത്തേക്ക് അത് ചീപ്പായിട്ട് ചെയ്തു കൊടുക്കാൻ ഒരു വകുപ്പുണ്ടാക്കി. ഇപ്പൊ ഇന്ത്യ മുഴുക്ക ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിക്കവാറും ഉള്ള റെക്കോർഡ് പ്ലെയറിനെല്ലാം ആദ്യം പോകുന്നത് സ്റ്റൈലസ് ആണ്. ഇപ്പം വാങ്ങിക്കാന്ന് പറയുമ്പോൾ വലിയ വിലയുമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആളുകൾക്ക് തോന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുത്തൻ ചെയ്ത് തരും എന്നുള്ള ഒരു പോസിബിലിറ്റി വന്നപ്പോൾ ആളുകൾ അത് ശരി ഓക്കെ അത് പറ്റുമോ ഇല്ലയോ എന്ന് ചിലർ ട്രൈ ചെയ്തു. അത് പറ്റും, അതുകൊണ്ട് അതങ്ങ് കണ്ടിന്യൂ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇത് OLX വരാൻ നേരത്ത് OLX അവരെന്നെ കോണ്ടാക്ട് ചെയ്യും. അവരുടെ കയ്യിലുള്ള സാധനത്തിന്റെ പിക്ചർ വാട്സപ്പിൽ കൂടെ അയച്ചു തരും. അപ്പൊ എനിക്ക് മനസ്സിലാവും അതിന് എന്താണ് മിസ്റ്റേക്ക്. ഞാൻ ചെയ്തത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫ്രീ ഓഫ് ചാർജ് അങ്ങ് ചെയ്തു കൊടുക്കും.